കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് സുരേഷ് ഗോപി പ്രകോപിതനാവുകയും മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തത്. ഇത് മാധ്യമങ്ങൾക്കൊരു തീറ്റ മാത്രമാണെന്ന് സുരേഷ് ഗോപി വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, കേരളത്തിലെ സിനിമാ രംഗത്ത് വളരെ സജീവമായിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ആ ചോദ്യങ്ങളോടൊന്നും അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും മാധ്യമങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുകേഷിനെതിരെയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആണ് ഏറ്റവും പ്രകോപിതനായി സുരേഷ് ഗോപിയെ കാണാൻ സാധിച്ചത്. മാധ്യമങ്ങൾക്ക് എന്ത് പ്രിവിലേജാണുള്ളത്? ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അയാളെ കുറ്റവാളിയായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പ്രചരണം നടത്താനുള്ള അവകാശം എന്താണ്? സാധാരണക്കാരനായ മനുഷ്യരിലേക്ക് ഇവരൊക്കെ കുറ്റം ചെയ്തവരാണ്, ഇവർ കുറ്റാരോപിതരല്ല, മറിച്ച് കുറ്റം ചെയ്തവരാണെന്ന രീതിയിലുള്ള ഒരു ഇമേജാണ് സാധാരണക്കാരുടെ ഇടയിൽ മാധ്യമങ്ങൾ നൽകുന്നത്. മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് ഒരു മഞ്ഞപ്പത്രങ്ങൾ കാണിക്കുന്ന, പ്രത്യേകിച്ച് മഞ്ഞപ്പത്രങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന രീതി അങ്ങനെയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇതൊരു വൃത്തികെട്ട രീതിയിലുള്ള മഞ്ഞപ്പത്ര രീതിയാണ് മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ ഇതൊരു സ്ത്രീ വിഷയമാക്കി എടുത്തുകൊണ്ടാണ്. നമുക്കറിയാം കേരളത്തിലുടനീളം ഇപ്പം പണ്ട് ഉമ്മൻചാണ്ടിയുടെ ബന്ധപ്പെട്ട് ഒരു സരിതാ വിഷയമാണെങ്കിൽ പിന്നീട് വന്ന പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ടും സ്ത്രീ വിഷയമാണ് വരുന്നത്. സ്ത്രീ വിഷയം വരുമ്പോൾ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അത് മുന്നോട്ട് വയ്ക്കുകയും അത് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വൃത്തികെട്ട മഞ്ഞപ്പത്ര രീതിയിലുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത്. സുരേഷ് ഗോപി ഇന്നലെ പൃഥ്വിരാജ് വളരെ മാന്യമായി കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്തടിച്ചുവെങ്കിൽ സുരേഷ് ഗോപി വളരെ നേരിട്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്തേക്ക് ഒരു അടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പല മാധ്യമപ്രവർത്തകർക്കും ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ ഇടാനുള്ള താല്പര്യമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വാർത്ത വരികയും ആ വാർത്തയ്ക്ക് അനുകൂലമായ പ്രതികൂലമായി സംസാരിക്കുന്നവരുടെ രീതികൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പലരെയും കുറ്റപ്പെടുത്താൻ സാധിക്കുക? പലരുടെയും സംസാരങ്ങളിലുള്ള പെരുമാറ്റങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളെയാണ് ഇവിടെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്നതെന്നെല്ലാം നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം പ്രവണതകൾ മാധ്യമങ്ങൾ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി നടക്കുന്ന വഴിയിലാണ് ആ മൈക്കുകളൊക്കെ വെക്കുന്നത്, അദ്ദേഹം അത് തട്ടി മാറ്റുകയും ചെയ്യുന്നത്. അതൊരു സാധാരണ ഒരു സ്ഥലത്തും കാണാത്ത രീതിയിൽ അദ്ദേഹത്തിന് വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ തടഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാറിൽ കയറാൻ പോലും സമ്മതിക്കാത്ത രീതിയിലാണ് ആ മൈക്കുകൾ വയ്ക്കുന്നത്. എന്തുകൊണ്ടായാലും സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം വളരെ മികച്ചതായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം രീതിയിൽ മാധ്യമങ്ങൾ കഴിഞ്ഞാടാനുള്ള അവസരം കേരളത്തിൽ കൊടുക്കരുത്. എന്തും ആരെപ്പറ്റിയും പറയാവുന്ന ഒരു പ്രിവിലേജും മാധ്യമപ്രവർത്തകർക്കില്ല. ആദ്യം സ്വന്തം ഇടയിലുള്ള ഇത്തരം പ്രവണതകളെ അവസാനിപ്പിച്ചിട്ട് വേണം മറ്റുള്ളവരോട് പറയാൻ. സിനിമാ മേഖലയെ ആകെ തകർക്കാനും സ്ത്രീ വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇതിന് ഇത്രയേറെ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുന്നത്. കാരണം ഇതിൽ ഒരു ഇക്കിളിപ്പെടുത്തുന്ന മഞ്ഞപ്പത്രക്കാരൻ്റെ ബുദ്ധിയും അല്ലെങ്കിൽ താല്പര്യവും മാധ്യമങ്ങൾക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തിക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. സുരേഷ് ഗോപിയുടെ പ്രവർത്തനം പൃഥ്വിരാജ് ഇന്നലെ കൊടുത്തതിൻ്റെ മറ്റൊരു വേർഷനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കുകയും വേണം എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരം പ്രവണതകൾ മാധ്യമങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവർക്കും കുടുംബങ്ങളും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. ഇവരൊക്കെ സമൂഹത്തിൽ ഒന്നിച്ച് കഴിയുന്നവരാണ്. ആരെങ്കിലും എന്തെങ്കിലും ആരോപണം പറഞ്ഞുകൊണ്ട് മാത്രം തെളിവുകളൊന്നും ഹാജരാക്കാതെ ഇത്തരം ആരോപണങ്ങൾ വന്ന് പറയുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമ രീതി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ.